It's such a joy to welcome you all Faith Formation Sunday. Today we have a wonderful lineup of performance, speeches, all prepared with love and devotion by our talented friends. Let's open this blessed day with a heart full of gratitude and joy. Hi, I am Chris Joy. Hi, and I'm Anmol Matthew, and we are your hosts for today's program. To begin, let's immerse ourselves in God's blessings as we begin with a prayer dance. Please welcome Benta Babu and Nancy Shinto with a warm round of applause. What a beautiful way to start. With a prayer dance that sets the tone for what's ahead. It's time to invite our dignitaries onto the dais. First, let's invite our chief guest for today's event, Reverend Father Dr. Rajesh Matthew, our parish priest, Reverend Father Jeshko Menacheri, our head teacher, Mr. Sam Skaria, our trustees, Mr. T.C. Rafi and Mr. Rafael George, and catechism representatives, Mr. Austin Matanata and Mrs. Suja George. Now I'd like to invite our Catechism Headmaster, Mr. Sam, to deliver the welcome speech. Let's put our hands together to welcome Mr. Sam. Good morning. ബഹുമാനപ്പെട്ട വൈദികരെ, ടീച്ചേഴ്സ്,
മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നാം ഫെയ്ത്ത് ഫോർമേഷൻ സൺഡേ ആയി ആചരിക്കുകയാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശയിൽ നിന്ന് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാതെ ഉണ്ട് എന്ന ബോധ്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസമാകുന്ന ദീപശിഖയേന്തി ജീവിതമാകുന്ന ഈ തീർത്ഥയാത്ര നയിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ, അനേകർക്ക് വിശ്വാസ രീതി പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരമാണ് വിശ്വാസ പരിശീലന കാലഘട്ടം. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ കടന്നു പോകുമ്പോൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവം തിരിച്ചറിയുവാൻ, വിശ്വാസം നഗരപ്പെട്ട് ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടം വിശ്വാസ ജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും ജീവിത പ്രശ്നങ്ങളും ദൈവം എവിടെയെന്ന ചോദ്യങ്ങളും ഒക്കെ വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളിയാകുമ്പോൾ മാമോദീസയിലൂടെ നാം സംയുക്തമാക്കിയ പരിശുദ്ധാത്മാവ് കത്തിച്ചൊലിക്കുവാൻ ഈ സാഹചര്യങ്ങൾ നേരിടുവാൻ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. മാമോദീസയിലൂടെ നമ്മൾ ജ്വലിക്കുന്ന വിശ്വാസത്തിന്റെ ദീപശിഖ ആളിപ്പടർന്ന് പന്തലിക്കുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ നാമം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് വിശ്വാസത്തിന് വേണ്ടി ജ്വലിക്കുവാൻ, അനേകർക്ക് സാക്ഷി നൽകുവാൻ സാധിക്കട്ടെ. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റായി നമ്മോടൊപ്പം ഉള്ളത് കല്യാൺ രൂപതല കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ഡോക്ടർ രാജേഷ് മാത്യു അച്ഛനാണ്. ഏകദേശം 2-3 മാസം മുമ്പ് നമ്മൾ ഫെയ്ത്ത് ഫോർമേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെയും അച്ഛൻ്റെ മുന്നിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ കാറ്റഗിസം ഡയറക്ടർ അച്ഛനെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഇന്ന് ഇവിടെ വരാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ മുൻ വികാരിയച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരിയാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു ആവശ്യത്തിനും അച്ഛനെ സമീപിച്ചാലും അച്ഛൻ അതിനു വേണ്ട സപ്പോർട്ടും മാർഗനിർദ്ദേശവും നൽകുകയും ഏതൊരു ആവശ്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു വൈദികനാണ് നമുക്കുള്ളത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ജപമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കാറ്റഗിസം ക്ലാസ്സിന് ശേഷം കുട്ടികളെ കൊണ്ട് ജപമാല ചൊല്ലിക്കാം എന്നൊരാശയം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അതിൽ സന്തോഷത്തോട് സമ്മതിക്കുകയും എല്ലാ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പള്ളിയിലെ നെടുന്തൂണുകളായ 2 പേരാണ് നമ്മുടെ ട്രസ്റ്റിമാർ, മിസ്റ്റർ റാഫേൽ ജോർജ് ആൻഡ് മിസ്റ്റർ DC റാഫേൽ. 2 പേരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ PT റെപ്രസെന്റേറ്റീവ്സ് ആണ് മിസ്റ്റർ ഓസ്റ്റിൻ ആൻഡ് സുജ ജോർജ്. അവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വെൽക്കം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയാണ്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയം തന്നെ അവരുടെ കുടുംബവും ജോലിയും ഒന്നിച്ചു കൊണ്ട് നടക്കുന്നവരാണ്. ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും അവർക്ക് ഒരു ദിവസം അവധി ലഭിക്കുന്നത്. ഇത്രയും തിരക്കുകൾക്കിടയിലും അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ കൊച്ചുമക്കൾക്ക് വിശ്വാസ രൂപീകരണത്തിനായി മാറ്റിവെക്കാൻ അവർ കാണിക്കുന്ന സന്മനസ്സിൽ എത്ര പുലർത്തിയാലും മതിയാവില്ല. സത്യത്തിൽ ഇന്നത്തെ പ്രോഗ്രാം വിജയത്തിന് വേണ്ടി അവരെടുത്ത എഫേർട്ട് എന്നെ ഞെട്ടിച്ചു. എല്ലാ ടീച്ചേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയാണ്. കുട്ടികളുടെ വിശ്വാസ രൂപീകരണത്തിനായി അവർക്ക് എല്ലാവിധ സഹായവും സഹകരണവും കൊടുക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഇനി നമുക്കുള്ള നമ്മുടെ കുഞ്ഞുമക്കളാണ്. നമ്മുടെ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mrs. Sanskaria, for that warm welcome. We are truly blessed to have you here. Next, I would like to call upon our esteemed Director of Catechism Department of Kalyan Diocese, Reverend Father Dr. Rajesh Matthew, to give the presidential address. Let's welcome Reverend Father Dr. Rajesh Matthew with a big round of applause. Respected Father, respected trustees, the HM, the parents, teachers, fellowship members, my dear parents and my dear viewers. ഞാനിങ്ങനെ ഇന്ന് നമ്മുടെ HM വിശ്വസ്ഥാൻ വെൽക്കം അഡ്രസ് പറയുന്നതിൻ്റെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു പോയ കാര്യങ്ങൾ. ഞാനിവിടെ വന്നത് ഈ പള്ളിയിൽ ഞാൻ വരുന്നത് 2000 അന്ന് ഞാനിവിടെ എന്നെ ആവശ്യപ്പെട്ടത് അന്നത്തെ വികാരിയച്ഛൻ ഫാദർ പോൾ പുലിക്കൂട്ടിലച്ഛൻ കാറ്റഗിസം പഠിപ്പിക്കാനാണ്. ഞാനിവിടെ കാറ്റഗിസം പഠിപ്പിക്കാൻ ഞാൻ വരുമ്പോൾ ഞാനത് എൻ്റെ 3rd year തിയോളജി ചെയ്തുകൊണ്ടിരിക്കുക. 1 വർഷം തിയോളജി, അടുത്ത വർഷം പട്ടം. അങ്ങനെയാണ് 2000 ഞാൻ വരുന്നത്. ഞാനിവിടെ അന്ന് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ 3 മണിക്കാണ് അന്ന് കാറ്റഗിസം പഠിപ്പിച്ച കുട്ടികളൊക്കെ ഞാൻ പേരൻസായിട്ട് വരുന്നുണ്ട്. ബെനീറ്റാണ് വരുന്നത്. ബെനീറ്റാണ് ഏറ്റവും ചെറുത് 3ാം ക്ലാസ്. സോ വർഷങ്ങൾ പോയ പോക്ക് 25 വർഷം ഞാൻ എല്ലാവരും ചിന്തിക്കുക. അന്നുള്ള വ്യക്തികൾ ചുറ്റുന്നുണ്ട് മിസ്റ്റർ മൽപ്പാൻ സാറിനെ കാണാനായിട്ട്. പിന്നെ നമ്മളുടെ അറിയാം ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കുന്ന രജിസ്ട്രേഷനും ടീമിനെ ഇരിക്കണം. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചത്. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മുടെ വിഷയം കുട്ടികളുടെ മതബോധത്തെ കുറിച്ചാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മതഭേദങ്ങളെ കുട്ടികളെ ഇവിടെ ഇരിക്കാനും പറയാം. നമ്മൾ മതഭേദങ്ങളെ സംസാരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവിടെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ മക്കൾ. അല്ലേ? നല്ല നല്ല സ്കൂളിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാം നല്ലത് തന്നെ കൊടുക്കാൻ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഒരു സാധാരണ ശരാശരി മലയാളി മാതാപിതാക്കൾ. അത് തന്നെ ഇവിടെ നടന്നു ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അത് തന്നെയാണ് സത്യം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഗൗരവം വേണ്ടത്തക്ക രീതിയിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഗൗരവം ഏറിയ ഒരു സാധനമാണ് വിശ്വാസം. ഈ വിശ്വാസം ഒരു സാധനം ഒരു കാര്യത്തിൽ അത് പറയുന്ന ചില പണ്ഡിതന്മാർ പറയുന്നത് 7 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് കുറച്ചു. അപ്പോൾ 7 വയസ്സിനുള്ളിൽ വേണം അതിന് കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാമെന്നുള്ളൂ. അവിടെ ഒരു മോറൽ കമ്പോസ്, അവരുടെ മനസ്സിലുള്ള ഒരു മോറൽ കമ്പോസ് ഫോർമേഷൻ 7 വയസ്സിൽ സംഭവിച്ചു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാവട്ടെ, വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ പലപ്പോഴും അവർക്ക് വിശ്വാസം ദൈവത്തോട് മാത്രമല്ല പള്ളി വരുന്നതോട് മാത്രം ബന്ധപ്പെട്ട അല്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കൂടെ പോകുന്ന കാര്യമാണ്. ഒരു സിമ്പിൾ ഉദാഹരണം, ഇരിക്കുന്ന പല ചേച്ചിമാരെ സൈക്കിൾ ഓടിക്കുന്ന സൈക്കിൾ ഓടിക്കുന്ന ചേച്ചിമാരുണ്ട്. സൈക്കിൾ ഓടിക്കാതെ ചേച്ചിമാരാണ് വിജയിക്കുന്നത്. എന്താ ഓടിക്കാൻ? ആ ഓടിക്കാൻ പഠിച്ച സമയത്ത് ആ ആഴ്ചയിൽ വെക്കാനും ഓടിച്ചു. പിന്നെ സൈക്കിളിനോടുള്ള ഇനി എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന വിശ്വാസം എന്നിൽ നിന്നോട് പോയി. അത് പോയിട്ട് സംഭവിച്ചു. ജീവിതകാലം മുഴുവൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആവശ്യമായ കാര്യ വിശ്വാസം. ഒരു വേറെ ഉദാഹരണം, ഇന്ന് നമ്മുടെ യങ് കപ്പിൾസ് അല്ലെ, യങ് കപ്പിൾസിലെ നമ്മളെല്ലാവരും ഒരു വീക്കെൻഡൊക്കെ ആയാലും നമ്മൾ വീക്കെൻഡ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റൊക്കെ പോയി ആ റെസ്റ്റോറൻറ്റിൽ കയറി പോയി അവിടെ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കും. ഒരു വിഷയം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ്? ആ വ്യക്തി എല്ലാം നല്ലതായിട്ടൊക്കെയാണോ?
ഒരു കണ്ണടച്ച് വിശ്വാസത്തോടെ അല്ലേ നമ്മൾ കഴിക്കുക അല്ലേ? കാരണം നമ്മൾ ഓർക്കുന്നതാണ് ഇത് ഈ സ്ഥാപനം തുടങ്ങി വെച്ചിരിക്കുന്ന വ്യക്തി നല്ല ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ 2 സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ച് ISO മാർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസം. ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ അന്ന് വൈകിട്ട് വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് ആ വയറ് കേടായ അവസ്ഥയിൽ ഇനി റെസ്റ്റോറൻറ്റിൽ പോകാത്ത എത്ര ചേട്ടന്മാരുണ്ട്. ഒരു വീട്ടിലേക്ക് ഭക്ഷണം മതിയെന്ന് പറഞ്ഞാണ് ഒരു മോശാനുഭവം ഉണ്ടായി. ഇനി എനിക്ക് ഇവരെ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്ന കാര്യം എല്ലാത്തിനും ആവശ്യമാണ്. അതില്ലാതെ കാണുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ വെല്ലുവിളിയാണ്. ഇല്ലാതെ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. വിശ്വാസം ഇല്ലെന്ന് കാണുന്നതൊക്കെയാണ് അവരിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അസുഖം. ഡിപ്രഷൻ എന്ന് പറഞ്ഞ അസുഖം വരുന്നത് വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. നിരാശ വിശ്വാസം ഇല്ലാത്തപ്പോൾ നിരാശ എടുത്തുകൊണ്ട് കയറും. നിരാശ എടുത്തുകൊണ്ട് കയറുമ്പോൾ ജീവിതം അവസാനിച്ചു എന്നുള്ള ചിന്തയാണ്. പിന്നെ അവര് ഡിപ്രഷനായി. ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ പാനിക് അറ്റാക്ക്, ഒരു ചെറിയ കാര്യം വന്നാൽ അവർ പാനിക് ചെയ്തു. അവർ പിന്നെ ബ്ലാക്ക് ഔട്ടായി, പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല, ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം അവരുടെ ആ വിശ്വാസത്തിന്റെ ആ ഫാക്കൽറ്റി വളർന്നിട്ടില്ലാത്തതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ദീർഘിക്കുന്നില്ല. നമുക്ക് ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്കില്ല നല്ലത് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊടുക്കാൻ മറക്കില്ല. വിശ്വാസം. ഈ വിശ്വാസം എങ്ങനെയാ കൊടുക്കുക? ഇങ്ങനെ എടുത്തു കൊടുക്കാൻ ഒരിക്കലും വിശ്വാസം കൊടുക്കാനില്ല. അത് കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ വിശ്വാസത്തിനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക. കുടുംബ പ്രാർത്ഥന. പലപ്പോഴും അവിടെ മുതിർന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന ഗ്രാൻഡ് പാരൻസിൻ്റെ അവരുടെയൊക്കെ എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സിറമലബാർ മാതാപിതാക്കളുടെ പ്രത്യേകത എന്താണ്? തിരക്ക് വിളിച്ച് ചെയ്യുവാണെങ്കിൽ പോലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ അവിടെ എനിക്ക് ഭക്ഷണം ഇല്ല. എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം ഇല്ല. ഇത് നമ്മുടെ യന്ത്രോ ഇന്ന് ബിസിയായിട്ട് നാളെ ആകാം. ഈ നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ദൈവത്തെ വേണമെങ്കിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ മക്കളെ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ലോകം പുറത്ത് സെക്യുലറാണ്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഹിന്ദുസ് ആകാം, മുസ്ലിംസ് ആകാം. അതിൻ്റെ മേൽ നമുക്കൊരു അധികാരമില്ല. ബട്ട് അവർക്ക് ക്രിസ്ത്യാനി കൂട്ടുകാരും ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ്. ആ ക്രിസ്ത്യാനി കൂട്ടുകാരാണ് അതിന് പറയുന്നത്, നല്ല വാക്ക് പറയുന്നത് ഫെയ്ത്ത് ഫ്രണ്ട്സ്. They should have faith friends also. ഈ ഫെയ്ത്ത് ഫ്രണ്ട്സ് അവർക്ക് പുറത്ത് സ്കൂളിൽ അവർക്ക് പോയിട്ടില്ല. കാരണം ഇന്ന് വളരെ ചെറിയ ശതമാനം ആൾക്കാർ അവർക്ക് ഫെയ്ത്ത് ഫ്രണ്ട്സ് എല്ലാം കിട്ടുക പള്ളിയിൽ. സോ അവരെ പള്ളിയിൽ കൊണ്ടുവരാം. ഒരു കാരണം പറഞ്ഞ് കൊണ്ടുവരാതിരിക്കും. അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് ആ ഫെയ്ത്ത് ഫ്രണ്ട്സ് ആണ് അവരെ ഫെയ്ത്തിൽ വളരുവാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അവരെ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് ചിന്തിക്കുക. ഇന്നേ ദിവസം എന്നെ വിളിച്ച വികാരിയച്ഛന് നന്ദി പറയുന്നു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഫെയ്ത്ത് ഫോർമേഷൻ സൺഡേ ആഘോഷിക്കുകയാണ്. ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസം അവൻ്റെ എക്സ്പീരിയൻസ് ആയി മാറുന്ന ഒരു രീതിയാണ്. We are trying to make it faith experiential activity എന്നാണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടികൾ അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവർ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് പാട്ടുണ്ടാവും. എത്ര പ്രാവശ്യമായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് ചെയ്ത് ഇനി ഇവർ മറന്നാലും ഇവരുടെ അബോധാവസ്ഥയിൽ അവർ പോകില്ല. അവരുടെ അബോധാവസ്ഥയിൽ ആവിശ്വാസങ്ങളാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ ചുക്കാൻ പിടിച്ച HR ടീച്ചേഴ്സ് എളുപ്പമല്ല. ഒരു നമുക്ക് കൊടുക്കാൻ ഇവിടെ എത്തിക്കുന്ന കാര്യം ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇനി സ്റ്റെപ്പ് എടുത്ത് ഡാൻസ് ചെയ്യിപ്പിക്കണം. അതനുസരിച്ച് അവരെത്ര തെറ്റിയാലും പ്രശ്നമില്ല. ഇതിൻ്റെ പേഷ്യൻസ് കാണിക്കുക. ഇതിൻ്റെ പിന്നാലെ പഠിക്കുന്ന ടീച്ചേഴ്സും അതിന് ചുക്കാൻ പിടിച്ച HMനും ഇവരെല്ലാവരുടെ പേരിലും കാറ്റഗറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പേരിലും ഇതെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന വികാരിയച്ഛനും രൂപത കാറ്റഗറിസ്റ്റിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ ദിവസത്തിലും മകളുടെ നേതൃത്വത്തിലൂടെ എല്ലാ ക്ലാസ്സാണ്.